ഹരിത കേരളം, ഇത് ഹരിത കേരളം, ഇത് ഹരിത കേരളം, ഹരിത കേരളം, ഇത് ഹരിത കേരളം, ഇത് ഹരിത കേരളം. അരുവികളിൽ തെളിനീരൊഴുകട്ടെ, എല്ലാ നാട്ടിലും തൊടിയിലും പച്ചപ്പുണരട്ടെ, എല്ലാ ദിക്കിലും മണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മലിനത സകലതും ഇനി അകലട്ടെ, ഇനി അകലട്ടെ, ഇനി അകലട്ടെ. ഉണരുണരോ ഉണരൂ, ഉണരുണരോ ഉണരുണരോ ഉണരൂ, ഉണരുണരോ. കായലിൽ കുളങ്ങളിൽ തടാകമേതിലും നീളെ നീളെയൊഴുകിടുന്ന പുഴയിലേതിലും, കായലിൽ കുളങ്ങളിൽ തടാകമേതിലും നീളെ നീളെയൊഴുകിടുന്ന പുഴയിലേതിലും മാരകങ്ങളാം വിഷങ്ങളാകെ മാറിടും. മാലിന്യമുക്ത സംസ്ഥാനം അല്ലെങ്കിൽ ഗ്രാമം ഏത് തലത്തിലെടുത്ത് പരിശോധിച്ചാലും സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് സംസ്ഥാന തലത്തിൽ വിവിധ പഞ്ചായത്തുകളിലായിട്ട് നടന്നു വന്നിരുന്നത്. ഇതിനായി കോടിക്കണക്കിന് രൂപ തന്നെ ഓരോ പഞ്ചായത്തിലും ചെലവഴിച്ചിട്ടുണ്ട്. മൊത്തം നമ്മുടെ ആരോഗ്യ രംഗത്ത് ഈ പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ അജൈവ മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് കൂട്ടിയിടുക, അത്തരത്തിൽ ദുർഗന്ധം വ്യാപിക്കുന്ന അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ പടരുന്ന രൂപത്തിലുള്ള വലിയ വലിയ പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ എപ്പോഴും വളരെയധികം നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തിയിട്ടാണ് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം നമ്മൾ 100% മാലിന്യമുക്തമാക്കി നമ്മൾ ഈ പ്രദേശത്തെ അല്ലെങ്കിൽ പഞ്ചായത്തിനെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളും ഇറങ്ങി, അതുപോലെ തന്നെ ഓരോ സ്ഥാപനങ്ങളിലും ഇറങ്ങി ഈ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുത്, കത്തിക്കരുത്, അല്ലെങ്കിൽ പൊതുവേദികൾ, പൊതുസ്ഥല നിരത്തുകളിൽ വലിച്ചെറിയരുത് എന്ന് അനവധി തവണ
നമ്മൾ ബോധവൽക്കരണം വാഹിദക്ക, മുസ്തഫത്തങ്ങൾ, മേതുണ്ണി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, തിരുവനന്തപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റും CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗവുമായ P. നാരായണൻകുട്ടിയേട്ടൻ, CPI-യുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ P. K. കൃഷ്ണകുമാർ, വ്യാപാര വ്യവസായ സമിതിയുടെ സെക്രട്ടറി ആയിട്ടുള്ള A. V. രാജചന്ദ്രൻ, വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ശശീന്ദ്രൻ, അതുപോലെ നവകേരള മിഷന്റെ കോർഡിനേറ്റർമാരായുള്ള നീരജ, ഹബീബ, മൻസൂർ ഷാ, HI, അതുപോലെ തന്നെ ഏറ്റവും ബഹുമാനായ തിമറ്റക്കോടി ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി AS ജയസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, ആശാ വർക്കർമാർ, അംഗൻവാടി പ്രവർത്തകർ, തൊഴിലുറപ്പ് മേറ്റന്മാർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ, ഉത്പാദിപ്പിക്കുമ്പോൾ ഉള്ള വളമാക്കി മാറ്റുന്ന നിർദ്ദേശം നമ്മൾ കൊടുത്തു. ഒപ്പം തന്നെ സ്കൂളുകൾ, അംഗൻവാടികൾ, മറ്റ് ഇതര സ്ഥാപനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ക്യാമ്പയിൻ നമ്മൾ നടത്തി. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലും എല്ലാവരും, എല്ലാ വീട്ടുകാരും ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിലെ ഉപാധ്യക്ഷൻ ശ്രീ മനോമോഹനൻ, അതുപോലെ തന്നെ സെക്രട്ടറി, അതുപോലെ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ചെയർപേഴ്സൺമാർ, വാഹിദക്ക ഉൾപ്പെടെയുള്ള മറ്റ് മെമ്പർമാർ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ, അംഗൻവാടി ടീച്ചർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 2023 മാർച്ച് 15 മാലിന്യമുക്ത നവകേരളത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നമ്മളിവിടെ ആരംഭിച്ചത്. അറിയാം, ഒരു മാർച്ച് മാസത്തിൽ എല്ലാ ടൗണുകളും ക്ലീൻ ചെയ്തുകൊണ്ടും മാലിന്യ കൂമ്പാരങ്ങൾ നീക്കിക്കൊണ്ടും നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. മാർച്ച് 15%